എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കൂവപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിന് ഞാൻ പറമ്പിൽ പോയി കിളച്ചെടുത്ത് കൊണ്ടുവന്ന കൂവയാണ്. ഇതിനെ കൊണ്ടാണ് കൂവപ്പൊടി ഉണ്ടാക്കുക. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ കൊണ്ട് ഇത് തിളപ്പിച്ച് എടുത്തു കൊണ്ടുവന്നതാണ്. എല്ലാവരും കൊറോണ ഭീതിയിലാണ്. അത് ആരോഗ്യവകുപ്പ് പറയുന്നതൊക്കെ അനുസരിച്ച് അതുപോലെ ചെയ്യണം. വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ കൈ കഴുകുക, തിരിച്ച് വരുമ്പോൾ കൈ കഴുകുക. അത് ആരോഗ്യവകുപ്പിൻ്റെ അറിയിപ്പ് എല്ലാവരും നല്ലോണം ഏറ്റെടുക്കണം. അതുപോലെ അനുസരിച്ചിട്ട് കഴിയണം. അതുകൊണ്ട് നമുക്ക് ഇത് എല്ലാവരും ഇപ്പോൾ കൊറോണ ഭീതിയിലായിട്ട് പുറത്തൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് വീട്ടിലാളൊക്കെ ഉള്ളവർക്കിത് നല്ല സുഖമാണ് ഇപ്പോൾ ഇത് റെഡിയാക്കാൻ. എല്ലാവർക്കും കൂടി പെട്ടെന്ന് 4 പേരും ഒക്കെ പോക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയിട്ടൊന്നും മേടിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് നമ്മുടെ പറമ്പിലുള്ളത് തന്നെ എല്ലാം കിളച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കേണ്ട അവസരമാണ് ഇപ്പോൾ. കിളക്കാനും നമ്മൾ പോകണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറമ്പിൽ നമ്മൾ നട്ടുണ്ടാക്കണം. അങ്ങനെ നട്ടതാണ് ഈ കൂവ. ഇങ്ങനത്തെ അവസരത്തിലാണ് ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നത്. ഒന്നുമില്ല നമ്മളെ പറമ്പിൽ ചേമ്പും ചേന അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കിളച്ച് ഇപ്പോൾ പുറത്തുനിന്നൊന്നും മേടിക്കാൻ കഴിയാത്തപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമ്മളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ളപ്പോൾ ഞാനിത് റെഡിയാക്കാൻ വിചാരിച്ച്. ഇപ്പോൾ അതിൻ്റെ സീസണുമാണല്ലോ. ഉണക്കിയൊക്കെ എടുക്കാനുള്ള വെയിലുമുണ്ട്. പിന്നെ വീട്ടിൽ ആണുങ്ങളുമുണ്ട്, കുട്ടികളുമുണ്ട്, എല്ലാവരുമുണ്ട്. അതുകൊണ്ട് നമുക്കിത് എല്ലാവരും കൂടി വൃത്തിയൊക്കെ ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റക്കൊക്കെ. പിന്നെ ഇത് ചിലർ പറയും 2-3 ദിവസമൊക്കെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കുകയെന്ന്. ഒറ്റ ദിവസമാണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ. പക്ഷേ ഒറ്റക്കാലുള്ളവർക്ക് ചോറ് വെക്കുകയും അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടിയാകുമ്പോൾ ഇത് ഒരുപാട് സമയം പിടിക്കും. ആളൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഒരാൾ 2 ഇത് വൃത്തിയാക്കുകയും ഒരാൾ ചോറ് വെക്കുകയും ചെയ്യുന്നതിന് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി ഉണക്കിയെടുക്കുവാനാണ് പിന്നെ ദിവസം വേണ്ടു. ഇത് റെഡിയാക്കി എടുക്കുവാൻ ഒറ്റ ദിവസമാണ് വേണ്ടു. 2 ദിവസം 3 ദിവസം ഒന്നും വേണ്ട. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുവാനുള്ള ദിവസമാണ് വേണ്ടു. നമുക്ക് ഇത് ഇതിൻ്റെ അടിയിലുള്ള സാധനം കണ്ടാന്നാണ് ഞങ്ങൾ പറയുക. അത് വേറെയാക്കി വെച്ചിട്ടുണ്ട്. വിത്ത് വേറെയാക്കി അത് രണ്ടും കൂടി നമുക്ക് കഴുകിയെടുത്ത് നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കുക. ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിത് കുതിർത്തി വെച്ചിരുന്നു. മണ്ണൊക്കെ നല്ലവണ്ണം ഇളകണ്ടിയിട്ട് ഇത് തലേ ദിവസം ഞാൻ കിളച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചത്. വെള്ളത്തിലിങ്ങനെ കുതിർത്തി വെച്ചപ്പോൾ പെട്ടെന്ന് മണ്ണിളകി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വെള്ളം പാർന്നാൽ അറിയാം മണ്ണ് പോയിട്ടോ ഇല്ലയോ എന്ന്. മണ്ണിൻ്റെ കളറുണ്ടാവില്ല വെള്ളത്തിൽ. അപ്പോൾ അതുവരെ കഴുകിയിട്ട് മണ്ണ് പോക്കി നല്ല വൃത്തിയാക്കി എടുക്കണം. ഞാനിതൊരു 4 പ്രാവശ്യം കഴുകുന്നുണ്ട്. 4 പ്രാവശ്യം ഞാൻ കഴുകിക്കും. നല്ലവണ്ണം വെള്ളം പാർന്ന് നല്ലവണ്ണം വൃത്തിയാക്കി. മണ്ണുണ്ടായാൽ അതിൽ പൊടിയിലും മണ്ണ് വരും. അതുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം കഴുകണമെന്ന് പറയുന്നത്. നമ്മൾ ഇതിലുള്ള മണ്ണിൻ്റെ കളറ് പോകുമ്പോൾ നമ്മൾ ഇത് കഴുകിയെടുക്കണം. എന്നാലാണിത് റെഡിയായി കിട്ടും. ഇത് നല്ലവണ്ണം കഴുകിയെടുക്കണം. പിന്നെ ഇത് നല്ലൊരു നമുക്ക് വയറ്റിൽ വേദനക്കും പിന്നെ അങ്ങനത്തെ അതിനെല്ലാം നല്ലൊരു ഔഷധവുമാണ്. നമ്മുടെ മറ്റേ കൂവേണ്ട ഒരു വെള്ള കൂവേണ്ട നീണ്ട അതൊക്കെ പണ്ടൊക്കെ അതെല്ലാം പൊടിയാക്കാറുണ്ട്. അന്നൊന്നും ഇത് ആരും എടുക്കുന്നത് കാണാറില്ല. ഇപ്പോഴാണിത് കൂവ നല്ല ഇതാണ് മരുന്ന്. വയറ്റിലെ വേദനക്കും ക്ഷീണത്തിനും എല്ലാത്തിനും ഇത് നല്ല ഒരു മരുന്നും കൂടിയാണ്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് വൃത്തിയാക്കി കൊണ്ടുവരുവാനും ഇതിൻ്റെ തണ്ട് നീക്കുവാനും എല്ലാം കൂടി നല്ലൊരു സമയം പിടിക്കും. കിട്ടിയാൽ നല്ലൊരു ഔഷധവുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ട എന്ന് പറയുന്ന സാധനം നല്ലോണം ചെത്തി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം.
ഇനി നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ഈ കണ്ട നല്ലവണ്ണം തോല് ചെത്തി എടുക്കണം. വിത്ത് നമുക്ക് അങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം. ഒക്കെ കണ്ടതിൻ്റെ തോല് ചെത്തിയിട്ട് എടുക്കണം. കണ്ടതിൻ്റെ തോലിനൊരു ഉറപ്പായിരിക്കും. അതുകൊണ്ട് അത് അതിൻ്റെ മുകളിൽ ചേരിയും എല്ലാം ഉണ്ടാവും. അത് നല്ലവണ്ണം ചെത്തി അത് ചുണങ്ങിയെടുക്കണം. വിത്ത് പിന്നെ ചുണങ്ങിയെടുക്കാൻ നമുക്ക് ആ ഒരുപാടുള്ളതല്ലേ. അതുകൊണ്ട് കണ്ട ചുണങ്ങി എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് ബാക്കിയും കൂടി ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി നമുക്ക് കണ്ടതിൻ്റെ തോലിയെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി തോലെല്ലാം പൊക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുക്കണം. എല്ലാവരും ഇത് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കിളച്ച് ഇപ്പോൾ നല്ലൊരു സീസണാണ്. കിളച്ച് ഇതുപോലെ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എല്ലാ അസുഖത്തിനും നല്ലതാണിത്. ഇതിൽ തന്നെ 2 തരമുണ്ട്. ഒരു നീലയുണ്ട്, വെള്ളയുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൽ നീലയുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട് എന്ന് പറയുന്ന കേൾക്കാം. പക്ഷേ ഞങ്ങളടുത്ത് നീലയും വെള്ളയുമാണുള്ളത്. നീലയാണ് മരുന്ന്, നല്ല ഔഷധമാണെന്ന് പറയുന്ന കേട്ടിട്ട്. ഇത് ഫുള്ളും കയ്യനി നമുക്കിത് ഊറ്റി അരിപ്പയിലിടാം. ഇതിനി പണ്ടൊക്കെ ഇത് എന്തിൻ്റെയോ മുകളിൽ വെച്ചിട്ട് ഉരച്ചിട്ട് എടുക്കലാന്ന് പറയുന്ന കേട്ടൊക്കെ ഉമ്മയല്ല. ഇത് ഉരച്ചിട്ട് എടുക്കലാണ് അവർ ഇന്ന്. എന്തിനാ കല്ലിൻ്റെയോ പലകേൻ്റെയോ എന്തിൻ്റെയോ മുകളിൽ വെച്ച് ഉരക്കലാണ്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ അച്ചാറൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉരച്ചിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നെ ഉരലുണ്ടെങ്കിൽ നമുക്ക് ഉരലിലിട്ട് ഇടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഉരലിലിട്ട് ഇടിച്ച് എന്നിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഇതിനുള്ള മില്ലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി പൊടിച്ച് കിട്ടുകയും ചെയ്യും. ഒക്കെ നമ്മുടെ അടുത്ത് കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നത്. ഒരുപാട് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പിന്നെ മില്ലിൽ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടുവരാം. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നീലയും വെള്ളയും രണ്ടും രണ്ടാണിത്. ഇനി ഇത് നമുക്ക് ഇതാ ഒന്ന് വെള്ള മറ്റേത് നീല. അതാണ് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം കാണിച്ചു തന്നതാണ് 2 തരമാണെന്നുള്ളത്. നീല ഭയങ്കര ഔഷധമെന്ന് പറയുന്ന കേട്ട്. അത് അങ്ങനെയൊന്നും എവിടെയും ഉണ്ടാവില്ല. കൂടുതലും വെള്ളയൊക്കെ ഉണ്ടാവുക. ഇനി ഈ അച്ചാറിൽ ഉരക്കുന്ന ബീറ്റ്റൂട്ടൊക്കെ ഉരക്കുന്നതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഉരക്കുന്നത്. ഉരലുണ്ടെങ്കിൽ ഉരലിലിട്ട് ഇടിച്ചാലും മതി. പക്ഷേ അതിലെല്ലാം സുഖം ഇതാണ്. ഇതിങ്ങനെ ഉരച്ചാൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഒറ്റൊരു സ്വിച്ചിട് മുണക്കിയാൽ അത് റെഡിയാവും. ഇങ്ങനെ ഓരോന്നും വരച്ച് റെഡിയാക്കിയെടുത്താൽ മതി. ഇപ്പോഴും ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാനാണ് പറ്റൂ. പുറത്തൊന്നും പോയിട്ട് കടയിൽ നിന്നൊന്നും മേടിക്കുവാനൊന്നിനും പറ്റില്ല. നമ്മളെ വീട്ടിലുള്ളത് തന്നെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാനാണ് ഇപ്പോൾ പറ്റുകയുള്ളൂ. നമുക്കിങ്ങനെ എല്ലാം വരച്ചെടുക്കാം. ഇതിൻ്റെ ചെറുതൊക്കെ നമ്മൾ പൊടിക്കുന്നതിലിട്ടൊന്നങ്ങ് പൊടിച്ചിട്ട് മിക്സിയിലിട്ടാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ മൊത്തം ഇട്ട് മിക്സിയിൽ തന്നെ വെള്ളവും പറന്നിട്ട് അപ്പാടെ അരക്കുന്നതാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീണ്ടും വീണ്ടും അരക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇങ്ങനെ അരച്ച് കുറച്ച് സമയം പിടിക്കുമെങ്കിലും പെട്ടെന്നൊന്ന് മിക്സിയിലിട്ടൊന്ന് സ്വിച്ചിട്ട് പെട്ടെന്ന് പാരാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും കൊറോണ ഭീതിയിലാണ്. അത് നമ്മൾ ആരോഗ്യവകുപ്പ് പറയുന്ന മാത്രം അനുസരിച്ചാൽ പോരാ. നമ്മൾ 5 നേരം അള്ളാഹിനോട് നിസ്കരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹിനോട് പറയലാണ് നമുക്ക് ഒഴിവുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. ദുആ നിസ്കരിക്കാവുന്നവരാവും നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ നിസ്കരിക്കുക. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് നീല വേറെ തന്നെ കാണിക്കുന്നതാണിത്. വെള്ള ഇതാ. ഇനി നമുക്ക് മിക്സിയിൽ കുറേശ്ശെ ഇട്ട് കറക്കിയെടുക്കാം. ഒന്ന് സ്വിച്ചിട് മുടക്കി തന്നെ ഇത് പാല് പോലെ ആയി വരും. അധികം കറക്കൊന്നും വേണ്ട. ഒറ്റ ഒരു സ്വിച്ചിടുക, ഇങ്ങെടുക്കുക. നമ്മൾ വിചാരിക്കും കുറേ അരക്കും മിക്സി കൂടാകുന്നില്ല. ഞാൻ ഫുള്ളും പെട്ടെന്ന് കറക്കിയെടുത്ത് 15 ചൂടാക്കിയത്. അപ്പോൾ ഇത് കറക്കി ഒന്ന് സ്വിച്ചിട്ട് കൊണ്ടുവന്ന് പാർന്നു. ഇത് ഫുള്ളും ഞാൻ അന്നേരം തന്നെ അരച്ചെടുത്തതാണ്. വാരിയിടും, സ്വിച്ചിടും, കൊണ്ടുവരും, ഇതിലൊഴിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഉരക്കുവാനും ഈ തണ്ട് പോക്കുവാനും ഒക്കെ നമുക്ക് കുറേ സമയം പിടിക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഫുള്ളും അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ആദ്യം
നമ്മുടെ റസൂലും അള്ളയൊക്കെ പറഞ്ഞേലേ നമ്മളോട് ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗം ഇറക്കൂ അള്ള ആ രോഗം തന്ന് പരീക്ഷിക്കുന്നതൊക്കെ. ഇനി നമുക്ക് ഈ അരച്ചത് ഇതിൽ തോർത്ത് കെട്ടി ഒരു പാത്രത്തിൻ്റെ മുകളിൽ തോർത്തിങ്ങനെ കെട്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു വൃത്തിയുള്ള പുതിയ തോർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഒഴിക്കുമ്പോൾ അതിൽ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് താണു പോകുന്നത് നോക്കണം. കെട്ട് നല്ലോണം മുറുക്കി കെട്ടണം. ഇത് ഒരു കുറേ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ടാക്കി കൊടുക്കുന്നത്. കുറച്ചിങ്ങനെ കൈ കൊണ്ടാക്കിയാൽ കെട്ട് കഴിച്ചിട്ട് നമുക്ക് നല്ലോണം പിഴിഞ്ഞ് കൊടുക്കാം. കുറേശ്ശെ ആകുമ്പോൾ ഇങ്ങനെ ആക്കണമെന്നില്ല, ഒരുപാടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് തോർത്തിൻ്റെ കെട്ട് കഴിച്ച് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇതിന് കുറച്ചും കൂടി പാർന്ന് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ. അങ്ങനെ കുറേ ഫുള്ളും പാർന്ന് വെച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് ഞാനിതിൽ കുറേ പാർന്നത് കൊണ്ടാണ് കുറച്ച് ഇങ്ങെടുത്ത് കളയുന്നത്. തോർത്തിൻ്റെ കെട്ട് ഒന്നും കൂടിയും പാർന്നിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട്. ഇതിങ്ങനെ കൈ കൊണ്ട് ഇളക്കി കൊടുത്താലാണ് തോർത്തിൻ്റെ അടിയിൽ കൂടി ഇതിങ്ങ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് കെട്ട് കഴിച്ചിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. ഇത് ഞാൻ 2 പ്രാവശ്യമാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് ഈ ഇതിൽ നിന്നിട്ട് ഒഴിച്ചിട്ട അതിൻ്റെ വേസ്റ്റിൽ നമുക്ക് എന്നെ ഉണ്ടോ എന്നൊന്ന് വായിൽ വെച്ച് നോക്കിയാൽ നമുക്കറിയാം. ഇതിന് നല്ല ഇത് തണ്ടൊക്കെ പോക്കുമ്പോഴും ഉരക്കുമ്പോഴൊക്കെ നല്ല വാസനയാണ്, നല്ലൊരു വാസനയുള്ള കൂവയാണിത്. അത് ബാക്കി ഒന്നും കൂടിയും കെട്ടി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിൽ വെച്ചു. രണ്ടാമത് വെള്ളം പാർന്നിട്ട് ഒന്നും കൂടിയും പാർന്ന് കൊടുക്കുക. ഞാൻ 3 പ്രാവശ്യം പാരുന്നുണ്ട്. പൊടിയുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതുകൊണ്ട് ഇതിനൊക്കെ ഭയങ്കര വിലയുള്ള സാധനമാണ് ഈ കൂവപ്പൊടിയൊക്കെ. അതുകൊണ്ട് 3ാമത്തെ പ്രാവശ്യവും ഞാൻ ഒഴിച്ചിട്ട് അത് വേറെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി. ഫുള്ളും ഇതിൽ ഒഴിച്ചിട്ടുണ്ട് വട്ടയിൽ. രണ്ടാമത്തതും വട്ടയിൽ ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഇനി 3ാമത് ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി വെള്ളം പാർന്ന് നോക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത്. ഇതിലൊഴിച്ചാൽ അത് പിന്നെയും ഊറാൻ വെച്ചത് പിന്നെ ഇളകണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇത് വെള്ളം ഞാൻ ഊറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളെ തൊലിയുടെയൊക്കെ മഞ്ഞ ഉണ്ടാകും, ഒരു മഞ്ഞ കളർ ഉണ്ടാവും തൊലിയിൽ. അത് വെള്ളം പാർന്നപ്പോൾ ഇപ്പോൾ തന്നെ കഴുകിക്കളഞ്ഞാൽ മതി. അല്ലെ ഉണങ്ങിയിട്ട് സ്പൂണെടുത്ത് അതങ്ങ് കോരിയെടുത്താൽ മതി. പക്ഷേ അതിലെല്ലാം നല്ലത് ഇപ്പോൾ തന്നെ വെള്ളം പാർന്നൊന്നിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് കലക്കിയാൽ അത് വേറെ തന്നെ മുകളിൽ നീങ്ങി പോരും. ഇത് ഞാൻ വട്ടയിൽ 3ാമത്തെ പ്രാവശ്യം വെച്ച് ഉള്ള പാർന്ന് നോക്കി. അതിൽ നിന്നും കിട്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് അത് ഞാൻ മറിക്കാതെ എടുത്ത് വെച്ചതാണ്. ഇത് വെയിലത്ത് വെച്ചിട്ടുണ്ട്, അല്പനേരം വെയിലത്ത് വെച്ചതാണിത്. ഊറിയിട്ട് ഒന്ന് പരണ്ടിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കട്ടപ്പിടിച്ച് പാത്രത്തിൽ തന്നെ കട്ടപ്പിടിച്ച് പോകും. ഇത് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ചൂട് ഇപ്പോൾ പെട്ടെന്നല്ലേ വെയിലത്തുനിന്ന് ഉറപ്പ് പിടിച്ച് പോവുക. വെയിലത്ത് വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നല്ലവണ്ണം കട്ടപ്പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്പൂണ് കൊണ്ട് വരണ്ടി വേറൊരു പാത്രത്തിൽ, സ്റ്റീലിൻ്റെ വീതിയുള്ള പാത്രത്തിൽ വെച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിത് നല്ലവണ്ണം വെയിലത്ത് വെച്ച് കൊടുക്കുക. പൊടിച്ച് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതങ്ങനെ കട്ട അങ്ങനെ തന്നെ നിൽക്കും, ഒരു കല്ല് പോലെ ഉണ്ടാവും ഉണങ്ങിയാൽ. പൊടിച്ച് വെയിലത്ത് വെച്ചതാണിത്. ഇത് നമ്മുടെ കൂവപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് 2 ദിവസമാണ് ഞാൻ ഉണക്കിയെടുത്തത്. ഇപ്പോഴത്തെ വെയിലിന് 2 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അല്ലാത്തപ്പോൾ 2 ദിവസം കൊണ്ട് ഉണങ്ങും. അത് നമുക്കിനി ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഒരു നല്ല കുപ്പിയിലിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം.
കൊല്ലം വെച്ചാലും നമ്മുടെ കൂവപ്പൊടി ഒന്നും ആവില്ല. ആവശ്യം വരുമ്പോൾ എടുത്ത് ക്ഷീണത്തിനും വയറ്റിലെ വേദനക്കും എന്താവശ്യം ഉണ്ടെങ്കിലും അന്നേരം തന്നെ എടുത്ത് നമുക്ക് കാച്ചിയിട്ട് കുടിക്കുക. ഇത് നമുക്ക് പായസം വെക്കുക. ഞങ്ങൾ പറയും കുരട്ടി ഉണ്ടാക്കുകയെന്ന്, കുരട്ട എല്ലാം ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.